ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ബട്ടർ പനീർ മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി ഉള്ള സാധനങ്ങളെല്ലാം ഞാനിത് എടുത്തു വെച്ചിട്ടുണ്ട്. 1 കിലോ പനീർ. ഈ പനീർ ബട്ടറിൽ ഒന്ന് ചൂടാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുകയാണ്. അടുത്തത് സവോള. സവോള 2 ഇടത്തരം വലിയ സവോളയാണ്. ഭയങ്കര വലുതല്ല, ഇടത്തരം സവോള 2എണ്ണമാണ്. ചെറുതാണെങ്കിലും 3 സവോള എടുക്കാം നമുക്ക് ഇതിന്. പിന്നെ ടൊമാറ്റോ ഈ 2 ടൊമാറ്റോ തിളച്ച വെള്ളത്തിലിട്ടിട്ട് അത് വെള്ളം കളഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ തൊലിയെ ഇങ്ങനെ മാറ്റിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം മിക്സിയിൽ. പിന്നെ ഈ ഒരു കുറച്ച് ടൊമാറ്റോ കൂടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെള്ളത്തിലിടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിലൂടെ ഇട്ട് വശക്കിയെടുക്കും. പിന്നെ വേണ്ടത് 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ചെറിയ പച്ചമുളക്. ഇത്രയും സാധനം ആണ് വശക്കാനുള്ള സാധനങ്ങൾ. പിന്നെ പാലിൽ സോക്ക് ചെയ്ത കാഷ്യൂ, ഒരു 10 കാഷ്യൂ പാലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മല്ലിയില, കസൂരി മേത്തി, ഇത്രയും സാധനങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ മസാല: മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ. ഇതാണ് ഇതിൻ്റെ മസാല. ഇതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ പൊടികൾ അതിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ചൂടായിക്കോളും ഇതിടുമ്പോൾ. അതിന് ചെറു ചൂട് വെള്ളം ഒഴിച്ച് കലക്കി വെച്ചേക്കണം. അതാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. മല്ലിയിലയുണ്ട്, ബട്ടർ. മെയിൻ കാര്യം ബട്ടർ ആണല്ലോ. ഇത് ബട്ടറും ഉണ്ട്. ബട്ടർ ഇത്ര ആവശ്യം വരില്ല, ഇതിൻ്റെ ഒരു 1/4 ഭാഗമേ നമുക്ക് ആവശ്യം വരുള്ളൂ. ബട്ടർ വെച്ചിട്ടുണ്ട്. സവാള നല്ലവണ്ണം വശന്ന് വന്നിട്ടുണ്ട്. അതിലൂടെ ഞാൻ ഒരു പീസ് തക്കാളിയും കൂടെ ഇട്ട് 2 കൂടെ, പിന്നെ ഇഞ്ചി പച്ചമുളക് എല്ലാം ഇട്ട് വശക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ ഈ സോക്ക് ചെയ്ത് വെച്ച കാഷ്യൂവും പാലും കൂടെ ഒഴിക്കുക. പിന്നെ ഈ തക്കാളി ഒഴിക്കുക. ഇതൊഴിച്ച ശേഷം നേരത്തെ ഉള്ള മസാല, ചെറു ചൂടുവെള്ളത്തിൽ കലക്കി വെക്കാൻ പറഞ്ഞ മസാല, അതെങ്ങനെയാണ് കലക്കി വെച്ചിരിക്കുന്നത്. ഈ മസാലയും കൂടി ഇതിലോട്ട് ഒഴിച്ചിട്ട് ഇത് നല്ലവണ്ണം, ഇനി ഇതിനെ ചൂടാക്കണ്ട, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുത്ത ശേഷം മിക്സിയിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. മിക്സിയിൽ എടുത്ത ശേഷം നമുക്ക് പനീർ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ കാണിക്കാം. അരച്ച് കൊണ്ടുവന്ന് കൂട്ടാണിത്. ഇത് കൂട്ട് നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട്. ഇത് തിളച്ചിങ്ങനെ വരുമ്പോൾ നമുക്ക് പനീർ ഇടാം. ബട്ടറിൽ മൂപ്പിച്ച പനീറാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇടാം. പനീർ ഇങ്ങനെ ഇതിൽ മുങ്ങിക്കിടക്കണം. പനീർ മുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് കസ്തൂരി മെത്തി ഇടണ്ടേ. ഇത് കഴിഞ്ഞിട്ട് മല്ലിയില. ഇതൊന്ന് താഴോട്ടാകുമ്പോൾ ഇതിൻ്റെ മണം ഒന്നും ഇതിൽ കിട്ടണമല്ലോ. അത് കഴിഞ്ഞിട്ട് മല്ലിയില ഇടാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം. ഇവിടെ മല്ലിയില ഇഷ്ടം തന്നെയാണ്, അതുകൊണ്ട് മല്ലിയില ഇങ്ങനെ തൂക്കും. ഇനി ലാസ്റ്റാണ് ഇതിൻ്റെ. ലാസ്റ്റിൽ നമ്മൾ ഇത്രയ്ക്ക് ബട്ടർ, ഈ ഒരു പീസ് ബട്ടർ ഇതിലങ്ങിടുക. അപ്പം ബട്ടർ പനീർ മസാല റെഡി. ബൈ.